ഇജാബത്തുദ്ദായി, ഒരാള് ക്ഷണിച്ചാൽ ആ ക്ഷണത്തിന് ഉത്തരം നൽകുക, അത് നിർബന്ധ ബാധ്യത. ഇത് എപ്പോഴാണ്? വലീമത്തിന് വേണ്ടി ക്ഷണിച്ചാലാണ് നിർബന്ധമായും പങ്കെടുക്കേണ്ടതുള്ളൂ. വലീമത്ത് എന്ന് പറഞ്ഞാൽ എന്താ? വിവാഹം കഴിഞ്ഞതിന് ശേഷം ഇവ രണ്ടുപേരും ഒരുമിച്ച് കൂടി കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന വിവാഹ സദ്യ, ഇതിനാണ് വലീമത്ത് എന്ന് പറയാം. അല്ലാത്തിനൊക്കെ സദ്യ എന്ന് പറയും. അതിന് വിളിച്ചാൽ പോകൽ നിർബന്ധം. നിക്കാഹ് കല്യാണം ഒരു ദിവസം ഉണ്ട്. ഇത് ചിലപ്പോൾ ഇതിന്റെ അടിയിൽ ഒരുമിച്ച് കൂടൽ നടക്കലുണ്ടാവില്ല. ഇങ്ങനെ ഒരുമിച്ച് കൂടൽ കഴിഞ്ഞതിന് ശേഷമാണ് വലീമത്ത് സുന്നത്തുള്ളത്. ഈ വലീമത്തിൽ ഒരാൾ ക്ഷണിച്ചു, പുതിയാപ്പള ക്ഷണിച്ചു, അല്ലെങ്കിൽ പുതിയാപ്പളിന്റെ ഉപ്പയോ അയാൾ ഏൽപ്പിച്ച ആളോ ക്ഷണിച്ചു, ഇവര് മാത്രം. പെണ്ണിന്റെ ഭാഗത്തുള്ള ആളുകൾക്ക് എന്തില്ല? വലീമത്ത് സുന്നത്തില്ല. ആണെങ്കിൽ ആൾക്കാരെ വിളിച്ചാണ്ട് ഭക്ഷണം കൊടുക്കാം. വലീമത്ത് സുന്നത്തുള്ളത് ഭർത്താവിനാണ്. ആരാണോ വരനായി വരുന്നത് അവനാണ്. അവര് ക്ഷണിച്ചാൽ അതിൽ പങ്കെടുക്കൽ നിർബന്ധമാണ്. ബാക്കി എല്ലാ ക്ഷണങ്ങൾക്കും പങ്കെടുക്കൽ സുന്നത്താണ്. ഈ വിവാഹ സദ്യക്ക് വേണ്ടി മാത്രം ക്ഷണിച്ചാൽ പങ്കെടുക്കൽ ഫർള് ഐനുമാണ്. ഇനി പങ്കെടുക്കേണ്ടതാ അല്ലാത്ത ചില ക്ഷണങ്ങളുണ്ട്, അതിൽ പങ്കെടുക്കേണ്ടതില്ല. മഹത്തുക്കൾ ഇങ്ങനെ എണ്ണി പറയുന്നുണ്ട്. ഒന്ന്, വ്യക്തിപരമായ ക്ഷണമായിരിക്കണം. ഇപ്പൊ ഞാൻ ഇവിടെ എണീറ്റ് നിന്നിട്ട് പറയാണ്, എന്റെ വീട്ടിൽ കല്യാണം നടക്കുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും വരണം. ഇന്ന് ആർക്കും വരൽ നിർബന്ധമില്ല. വരാം, എല്ലാവർക്കും വരൽ സുന്നത്തുണ്ട്. ആ കാറ്റഗറി പെടും, നിർബന്ധമല്ല. ഓരോരുത്തർക്കും പേഴ്സണലായിട്ട് ഞാൻ പറഞ്ഞാൽ അവര് വരലുണ്ടാവും, നിർബന്ധമാവും. അത് ഇനി വാട്സപ്പ് മെസ്സേജില് ഗ്രൂപ്പിൽ ഒന്നിച്ച് പറഞ്ഞാലും ഇതേപോലെയാണ് അവസ്ഥ. ഒറ്റയ്ക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചാൽ ഇതേപോലെ തന്നെയാണ് അവസ്ഥ. എന്നാൽ ഒറ്റക്കാണെങ്കിൽ അതിലെന്താവേണ്ടി വരും? പങ്കെടുക്കൽ നിർബന്ധവും. ഒന്നാമത്തെ നിയമം, വ്യക്തിപരമായിട്ട് നേരിട്ട് അല്ലെങ്കിൽ കത്ത് മുഖേന എഴുത്ത് മുഖേന ഒക്കെ ഇതിൽ പെട്ടു. ഇങ്ങനെ വ്യക്തിപരമായിട്ട് അറിയിക്കണം. രണ്ടാമത്തെ കാര്യം, വലീമത്ത് ചിലപ്പോ ഒന്നിലധികം ദിവസങ്ങളൊക്കെ നടത്തുന്ന ആൾക്കാരുണ്ടാവും. ഇതിൽ എല്ലാത്തിലും പങ്കെടുക്കേണ്ടതുണ്ടോ എന്ന് ഫുഖഹാക്കൾ ചർച്ച നടത്തുന്നുണ്ട്. ഇല്ല, ഒന്നാമത്തെ ദിവസത്തിൽ മാത്രം പങ്കെടുക്കലാണ് നിർബന്ധമുള്ളത്. ഒന്നാമത്തെ ദിവസം മാത്രം. അതുപോലെ തന്നെ ഇസ്ലാമിന് വിരുദ്ധമായ കാര്യങ്ങൾ ഒന്നും അവിടെ ഉണ്ടാവാൻ പാടില്ല. ഉദാഹരണത്തിന് ഗാനമേള ഉണ്ട്, സൽക്കാര സ്ഥലത്ത് മദ്യമോ മയക്കുമരുന്നുകളോ പോലത്തെ ഇഖ്തിലാത്ത് പോലത്തെ അന്യ സ്ത്രീ പുരുഷന്മാർ ഒരുമിച്ച് കൂടുന്ന അവസ്ഥ ഉണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അവസ്ഥ, ഹറാമിയായ ഒരു സംഗമം അവിടെ നടക്കുന്നുണ്ട്, എന്തെങ്കിലും കാര്യം നടക്കുന്നുണ്ടെങ്കിൽ അതിലും പങ്കെടുക്കേണ്ടതില്ല, നിർബന്ധം അല്ല. അതുപോലെ തന്നെ വിവേചനം ഉണ്ടാവാൻ പാടില്ല. ക്ഷണിക്കുന്നോട് ചില ആൾക്കാരെ നോക്കി വിളിക്കുക, പൈസക്കാരെ മാത്രം നോക്കി വിളിക്കും ചിലപ്പോ. ഇങ്ങനെ വിവേചനം ഇല്ലാത്ത ക്ഷണമാവണം, എങ്കിലേ അതിലും പങ്കെടുക്കേണ്ടതുള്ളൂ എന്നൊക്കെ ഫുഖഹാക്കൾ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞുകൂടുക, ഇതിനൊന്നും പങ്കെടുക്കൽ നിർബന്ധമില്ല. അതുപോലെ തന്നെ അതിൽ പങ്കെടുക്കുന്നത് വഴി നമ്മുടെ നിസ്കാരം ഖളാ ആയി പോകാൻ ചാൻസ് ഉണ്ടെങ്കിലും പങ്കെടുക്കേണ്ടതില്ല. രോഗം, മഴ, അതുപോലെ പോകൽ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിലും പങ്കെടുക്കേണ്ടതില്ല. ഇൽമിന്റെ മജ്‌ലിസ് മുടങ്ങും ആ ഒരു കല്യാണം കൊണ്ട് എങ്കിലും അതിലും പങ്കെടുക്കൽ നിർബന്ധം ഇല്ല. ഇതൊക്കെ നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. ഞാൻ ക്ഷണിച്ചിട്ട് വന്നില്ല എന്ന് പറയരുത്. അപ്പൊ അതിനെന്തെങ്കിലും കാരണം ഉണ്ടാവും എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുണ്ടാവുകയാണ് പറയാൻ. അതുപോലെ തന്നെയാണ് ക്ഷണിച്ചവന്റെ ഉദ്ദേശം അതുകൂടി നോക്കണം. ചില ആൾക്കാർ ക്ഷണിക്കുന്നത് ആളെ ഭയന്നുകൊണ്ട് ക്ഷണിക്കും. ചിലപ്പോൾ ഇയാള് വലിയ നേതാവായിരിക്കും. ഞാൻ ക്ഷണിച്ചിട്ടില്ലെങ്കിൽ, പള്ളി കമ്മിറ്റിയുടെ പ്രസിഡന്റാണ്, ഞാൻ ക്ഷണിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ എന്തുണ്ടാവും, അയാൾ വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവർക്ക് വരുന്ന എന്തെങ്കിലും കാര്യത്തിൽ ഇടപെട്ടിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇയാള് നേതൃപരമായിട്ട് എന്തെങ്കിലും സ്ഥാനമുള്ള അയാൾ വിളിച്ചിട്ടില്ലെങ്കിൽ അത് വലിയ പ്രശ്നം. ഇങ്ങനെ ഉദ്ദേശത്തിലാണ് അയാൾ ക്ഷണിക്കുന്നതെങ്കിലും അതിലൊന്നും പങ്കെടുക്കൽ ആവശ്യമില്ല. സ്നേഹത്തോടെ സന്തോഷത്തോടെ വിളിക്കുന്ന ആ വിളിക്ക് മാത്രം പങ്കെടുക്കൽ നിർബന്ധമാണ്. അതന്നെ വലീമത്തിന് മാത്രമാണ്. വലീമത്ത് നടക്കുന്നത് വിവാഹം കഴിഞ്ഞതിന് ശേഷം രണ്ടുപേരും ഒരുമിച്ച് കൂടി കഴിഞ്ഞതിന് ശേഷമാണെങ്കിലുമാണ് ഈ ഫർളൊക്കെ വരുന്നത്. അല്ലാത്തതിനൊക്കെ പങ്കെടുക്കൽ സുന്നത്താണ് എന്ന് കൂടെ ഓർമ്മപ്പെടുത്തുക.